ഇറാൻ തിരിച്ചടിയിൽ മരണസംഖ്യ ഉയർന്നു. പരിക്കേറ്റവരുടെ എണ്ണം 70. വ്യോമപാത തുറന്ന് ജോർദാൻ. പാതിരാത്രിയിലെ വാഹനം തടഞ്ഞുള്ള പെട്ടിപരിശോധനയിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും. അപമാനിക്കപ്പെട്ടപ്പോൾ ചോദ്യം ചെയ്തതാണെന്നും പരാതിയില്ലെന്നും നേതാക്കൾ. ഇന്ത്യയുടെ ഭൂപടം തെറ്റായി ചിത്രീകരിച്ചതിൽ ക്ഷമാപണം നടത്തി ഇസ്രായേൽ സൈന്യം. ജമ്മു കശ്മീരിനെ പാകിസ്ഥാന്റേതായാണ് ചിത്രീകരിച്ചത്. രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു. കേരളത്തിൽ 2109 പേർക്ക് രോഗബാധ. കേരള തീരത്ത് നിന്ന് പിടിക്കുന്ന മീനുകളിൽ രാസവസ്തുക്കൾ കലർന്നിട്ടില്ലെന്നും അവ ഭക്ഷ്യയോഗ്യമെന്നും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. പ്രാഥമിക പഠനത്തിലാണ് കണ്ടെത്തൽ. പെട്ടി പരിശോധിച്ചും ഭീഷണിപ്പെടുത്തിയും നിലമ്പൂരിൽ ജയിക്കാനാവില്ല. രൂക്ഷ പ്രതികരണവുമായി ആര്യാടൻ ഷൗക്കത്ത്. വിമാനാപകടം. രഞ്ജിതയുടെ സഹോദരൻ DNA സാമ്പിൾ നൽകി. ഫലം വരാൻ 72 മണിക്കൂർ കാത്തിരിക്കണം. സംഘർഷങ്ങളും തർക്കങ്ങളും യുദ്ധത്തിലേക്കെത്താതെ പരിഹരിക്കപ്പെടട്ടെ. ഈ കാലത്തും യുദ്ധോന്മാദികളായ ചിലർ നാട്ടിലുണ്ടെന്ന് M. സ്വരാജ്.